സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാറ് ജയിച്ചാൽ ഈ മൈക്രോ ഫിനാൻസിന്റെ കയ്യിൽ നിന്ന് ഞങ്ങളൊന്ന് വേറിട്ട് ആ മൈക്രോ ഫിനാൻസ് ഇല്ലാണ്ടാക്കണം. ഇതിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നാളെ ഒരു പത്രപരസ്യം ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ മുഖം വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പോയി കൊടുക്കും. കേരളത്തിൽ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാൻ തോന്നില്ല. സംഭവം ഇതാണ്, എന്താ പറയാ, സിനിമയിൽ മാത്രം കണ്ടിട്ടില്ല ഒരാളെ നേരിട്ട് കാണുമ്പോ സത്യം പറഞ്ഞൊന്നും പറയാൻ പറ്റുന്നില്ല. ഇത്രയും നേരം ഇവരോടൊക്കെ സംസാരിച്ചു, പക്ഷെ ഇപ്പൊ പറയണില്ല. സാറിന്റെ വലിയൊരു ആരാധിക്കുന്നു. കാര്യങ്ങൾ എന്തുട്ടാ പറയാനുള്ളത്, ഇത് കണ്ടില്ലേ? ഇതൊക്കെയാണ് ഞങ്ങളെ അവസ്ഥ. ഒന്നും പറയാനില്ല. പട്ടയക്കൂടി കിട്ടിയില്ല. കൊടുത്തിട്ട് ഞങ്ങൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു, നിങ്ങൾ കൊടുത്ത അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചായത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു OTP. ഞാനാണ് ഇവിടുന്ന് എല്ലാവരും അപേക്ഷയും കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ കൊണ്ടുപോകും. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഈ പരിസരം വെച്ച് നോക്കുന്ന ഒരു 100 വീടുകളുണ്ടാവും 14-ാം വാർഡിൽ തന്നെ. ഞാൻ തീരദേശത്ത് താമസിക്കും. ഈ അവസ്ഥയിൽ ഇപ്പൊ ഇവിടെ 2 വീടുള്ളൂ ഈ അവസ്ഥയിൽ. പക്ഷെ ഇവിടെ ഇതിനേക്കാൾ മോശമായിട്ട് തന്നെ വാടകയ്ക്കും അസുഖമുള്ളവരും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാവരും ഓരോ വിഷമങ്ങളാണ്. പക്ഷെ ഇവിടെ ഇത്രയും മോശമായിട്ട് ജീവിക്കുന്നത് ഇപ്പൊ ഇവിടെ കൂടിയ പകുതി 3/4 ആൾക്കാരെ ആഗ്രഹം ഞാൻ പറയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാളുടെ അവസ്ഥ സാറിനെ ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് സാറിനെ വിളിച്ചത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു, സുരേഷ് ഗോപി സാർ വരികയുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോ, എന്തായാലും പരിഹാരം കാണും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് എല്ലാവരും വിളിച്ചു നോക്കി. എല്ലാവരും വിഷമങ്ങളും കേൾക്കാൻ പറ്റില്ല എന്നറിയാം, എന്നാൽ അവരുടെ വിഷമങ്ങൾ അവർ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺമെന്റ് സ്ഥലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടുത്ത് താമസിക്കുന്നു, നടവൾ താമസിക്കുന്നു. നമ്മളെ വായു സാമർത്ഥ്യം കൊണ്ട് ആരും നമ്മളെ ഇറക്കി വിടുന്നില്ല. അത്ര തന്നെ. ഇവിടെ ഒരു കാറ്റാടി മുറിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസർ വന്നിട്ടായിരുന്നു. ഞാൻ മുറിച്ചതാണ്. വീടുമേൽക്ക് ഭീഷണിയായി വന്നപ്പോൾ ഞാൻ മുറിച്ചു, എൻ്റെ സാമർത്ഥ്യത്തിൽ ഞാൻ മുറിച്ചു. അപ്പോൾ ഇവിടുന്ന് ആരൊക്കെയോ പരാതി കൊടുത്ത് ഫോറസ്റ്റ് ഓഫീസർ വന്ന് എന്നോട് വന്നിട്ട് ചോദിച്ചു, ആരും പറഞ്ഞ് കാറ്റാടി മുറിക്കാന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. പിന്നെ എന്തിനാ മുറിച്ചെന്ന് ചോദിച്ചു. ഞാൻ പറയും, എനിക്ക് 3 മക്കളുണ്ട്. ഈ സാധനം എപ്പോഴാണ് കെട്ടിമണ്ണ് വീഴാന്ന് പറയാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ ഞാൻ മരിച്ച എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മക്കളെ ജീവനാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെതിരെ പരാതി കൊടുക്കും. സാറ് പരാതി കൊടുത്തോ. കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ 5 ആളെ കൊണ്ടുപോകണം. കാരണം 5 ആളെയും കൂടി അതിൽ കൊണ്ടിട്ട് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. പിന്നെ എന്നെ മാത്രം കൊണ്ടുപോയിട്ട് എൻ്റെ മക്കളുടെ ഞാൻ സമ്മതിക്കില്ലെന്നാണ്. അപ്പോൾ ആ സാറ് എന്ത് ചെയ്ത്, ഞാൻ നാമിച്ച് പോയിട്ടാണ് പറഞ്ഞിട്ട് ആ സാറ് പോയി. അങ്ങനെയല്ല, ഇവിടെ ഓടുമ്പൽക്ക് വീണോരും കാറ്റാടി വീണിട്ട് ഇവിടെയൊക്കെ നല്ല മോശമായിട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ ഇത്രയും മോശമായിട്ട് ജീവിക്കുന്നു ഇങ്ങനെ പറയാൻ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സ്ഥലം എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ നമുക്ക് കേട്ടേക്കണം. നമുക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ പിടുത്തല്ല. ആർക്കറിയാതെ പാവപ്പെട്ടവർ ഈ തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ടവർക്ക് ഒരു തീരുമാനം കണ്ടെത്തേണ്ടേ, പുനരധിവാസം വേണ്ടേ? പക്ഷേ ഈ പുനരധിവാസം സംഭവമുണ്ട്. മനുഷ്യരെ ഫ്ലാറ്റ് തരാം അങ്ങനെയൊക്കെ പറയും. നമുക്കത് ഇരിക്കുന്ന ആർക്കും വേണ്ട. നമ്മൾ അങ്ങനെ പോവേ ഇല്ല. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ട് തരാം. ഞങ്ങൾക്കൊരു 4 സെന്റ് സ്ഥലം, അതിൽ ഞങ്ങൾക്കൊരു വീട്, അതാണ് ഞങ്ങളുടെ സ്വപ്നം. അല്ലാണ്ട് ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട. ഇവര് പൊന്നാനി കൊടുത്ത ഫ്ലാറ്റിന്റെ അവസ്ഥ ഒന്ന് പോയി കണ്ട വേറെ ഒന്നും അപ്പൊ നമുക്കത് വേണ്ട. നമുക്കത് പദ്ധതി വേണ്ട. അത് കഴിഞ്ഞിപ്പോ ഞങ്ങള് ഇവിടുന്ന് ഞങ്ങൾ ഇറക്കി വിട്ടാൽ ഞങ്ങൾ റോട്ടിൽ ഷെഡ് വെച്ച് കിടന്നാലും ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട. അല്ല, ഞാൻ പറയാം, നമ്മളെ പുനരധിവാസ പാക്കേജ് ഒരു പദ്ധതി ഇവിടെ വരുന്നെന്ന് വെച്ചാൽ നിങ്ങൾ എവിടുന്ന് മാറ്റണമെങ്കിൽ നിങ്ങൾക്കുള്ള ഇടം കണ്ടെത്തി തരണം. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും മത്സ്യത്തൊഴിലാളികളാണ്. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ എങ്ങനെ ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്തന്നെ നമുക്ക് അല്ല, അത് നമ്മൾ പറയണ്ടേ, നമ്മുടെ ജീവിതമാർഗം ആവശ്യങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതമാർഗങ്ങളുണ്ട്. അപ്പോൾ തീരം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ തന്നെ സ്വപ്നം. വലിയ റിസോർട്ട് മുതലാളിമാരുണ്ട്. റിസോർട്ട് പണിഞ്ഞിട്ട് ഈ ബീച്ച് എവരുടെയാണ്, ഞങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തും. അപ്പോൾ നിങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു ന്യായമായ സ്ഥലമോ സംവിധാനമോ കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളാണ് അതിന് തിരുത്തലാവുന്നത്. നിങ്ങൾ തിരുത്തേണ്ട സമയത്ത് നിങ്ങൾ തിരുത്തും.
ഈ പ്രാവശ്യം തിരുത്താൻ തയ്യാറായത് കൊണ്ടാണല്ലോ ഇപ്പൊ സാറ് ഞങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. അല്ലേ? പെൻഷൻ തന്നെ ഞങ്ങൾക്ക് എത്ര നാളായിട്ട് ചുരുക്കണം. ഈ സുഖമില്ലാത്ത ആൾക്കാര് ആരുമില്ലാത്ത ഒരാളാണ്, ഭർത്താവില്ല, മക്കളില്ല, അതിന് പോലും പെൻഷൻ കിട്ടിയിട്ട് എത്ര നാളാണ്? ആരില്ല. എനിക്കിപ്പോ ഈ ഇലക്ഷൻ കോഡ് വന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റും. അല്ല പറയല്ലേ, അല്ല അങ്ങനെ അല്ല ജീവിക്കുന്ന അല്ല കുട്ടികൾക്ക്. അല്ല നിങ്ങൾ മനസ്സിലാക്കും. ഓണത്തിന് കിട്ടിയത് ഒരു മാസം. എനിക്ക് 25,000 രൂപ പെൻഷനുണ്ട്. രാജ്യസഭയിൽ 6 വർഷം ഇരുന്നതിന് 25,000 രൂപ പെൻഷനുണ്ട്. അത് ഈ ഏതാണ്ട് 12,000 ചില്ലാൻ രൂപ ഞാനിപ്പോൾ പലർക്കായിട്ട് പെൻഷൻ കൊടുക്കുകയാണ്. അത് ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്തത് കൊണ്ട് ഞാനത് ഇനി ഈ മാസം കൊടുക്കാൻ എനിക്ക് ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് ഈ ഡിഫോൾട്ട് പേയ്മെൻ്റ് എന്ന് പറയാം, എൻ്റെ ബാങ്കിലേക്ക് എൻ്റെ പെൻഷൻ വരുമ്പോൾ അതിൽ നിന്ന് ഈ 6 പേർക്കും പറഞ്ഞാൽ മനസ്സിലായി. അത് ഇലക്ഷൻ കമ്മീഷനിൽ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. അതൊരു പ്രീ അറേഞ്ച്മെൻ്റാണ്, നേരത്തെ തീരുമാനിച്ച ഒരു പദ്ധതിയാണ്. അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ പുതുതായിട്ട് ഒരാൾക്കൂടെ ഞാൻ തരാമെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ മനസ്സിലാക്കിക്കും, എൻ്റെ ഈ പ്രവർത്തനം കണ്ടിട്ട് ദുബായിലുള്ള ഒരു ശ്രീകുമാർ, അയാളുടെ അനുജനോ ചേട്ടനോ ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങേര് എന്നെ വിളിച്ച് പറഞ്ഞു 4-5 പേർക്ക് ഞാൻ കൊടുക്കാൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞിരിക്കുന്നു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ശ്രീജിത്തിനെ അറിയിക്കാം. അവരാരെങ്കിലും ആധാർ കാർഡ് കണ്ടെത്തി ഒരു 4-5 പേർക്ക് അവർ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാം. ആ ഒരു വാഗ്ദാനം ഒരു ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാനൊക്കത്തില്ല. ഞാൻ കൊടുക്കുന്നില്ല. ആ ഉമ്മയ്ക്ക് തീരെ ആരും ഇല്ലാത്തതാണോ അവര്? ആ ഉമ്മയുടെ ആധാർ കാർഡും അക്കൗണ്ട് നമ്പരും എല്ലാം എടുത്ത് ആ ശ്രീജിത്തിനെ അറിയിച്ചു. ശ്രീജിത്ത് അല്ല, അത് ഇവിടെ പോസ്റ്റ്മാനെ കൊണ്ട് കൊടുക്കാറ്. അതിനൊന്നുമില്ല, അക്കൗണ്ട് തുടങ്ങണം. ആരും ഇല്ല. സീറോ ബാലൻസ് എടുക്ക്, നാളെ പോയി എടുക്ക്. ഒരു പൈസ ഇല്ലാതെ കിട്ടും. സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങും. സ്റ്റേറ്റ് ബാങ്കിൽ തന്നെ തുടങ്ങും. അത് ചെയ്തു കൊടുത്താൽ മതി. നാളെ അക്കൗണ്ട് എടുത്തിട്ട് ആ അക്കൗണ്ട് നമ്പർ, ആ ശ്രീജിത്തിൻ്റെ നമ്പർ ഞാൻ തരാം. ബിജുവിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ശ്രീജിത്തിനെ അറിയിച്ച് പോരെ. അതെന്റെ കാശൊന്നുമല്ല കേട്ടോ, അതെന്റെ കാശൊന്നുമല്ല. സാറിന് പൈസ ഇന്നല്ല, സാറിന് കിട്ടാണ്ട് എന്റെ കൂട്ടുകാരൻ്റെ അല്ലേ, എൻ്റെ ഒരു പരിചയക്കാരൻ വിളിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഇതൊന്ന് ചെയ്തോട്ടെ. അതൊരു വലിയ സന്നദ്ധതയല്ലേ അത്. അങ്ങനെ കേരളത്തിലെ ഒരു 500 പേര് വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പെൻഷൻ കിട്ടാതെ ഉടലുന്ന ജനതയ്ക്ക് വലിയ ആച്ചാവും.